നമസ്കാരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ട്രെയിനിനെയാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊക്കെ സേഫ് ആയിരിക്കുമെന്ന് നമുക്ക് നല്ല ഒരു ബോധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൃത്യമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ബോധം അല്ലെങ്കിൽ ബോധ്യം ഇല്ല എന്നൊരു സത്യമാണ്. അതിന് കാരണം ട്രെയിനിൽ കൃത്യമായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിന്റെ ഒരു കുറവ് തന്നെയാണ്. ടിക്കറ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ടിക്കറ്റ് പരിശോധിക്കുന്നതിന് വേണ്ടി വരുന്ന TTR ഒഴികെ വേറെ ആരും തന്നെ അവിടെ ഒരു കാര്യങ്ങളും അന്വേഷിക്കുന്നതിനോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന മോശമായി നടക്കുന്ന ഒരു കാര്യങ്ങളും അന്വേഷിക്കുന്നതിനോ ആരും തന്നെ വരാറില്ല. കൃത്യമായിട്ട് അതിന്റെ ആ ട്രെയിനിൽ പോലീസോ ഒന്നും തന്നെ വരാറില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ അതിന് കണ്ട കുറച്ച് കാഴ്ചകൾ വളരെയധികം ഖേദമാക്കുന്നതും വളരെയധികം മോശവും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലാത്ത രീതിയിലുള്ള ചില കാഴ്ചകളാണ് അതിൽ നടന്നത്. സ്ഥിരമായി ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് എങ്കിൽ പോലും അത് വളരെ മോശമാണ്. നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനമായി തീരുന്ന ചില കാര്യങ്ങളാണത്. ഈ ട്രെയിനിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ഇവർക്ക് യാതൊരു വൃത്തി എന്ന് പറയുന്ന ഒരു സാധനം ലെവലേശം ഇല്ല. അങ്ങനെ വൃത്തി എന്താണ് വൃത്തി എന്നോ എന്താണ് മറ്റു ആളുകളുടെ മുന്നിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നോ ഒരു മാന്യത എന്താണെന്നോ ഒന്നും തന്നെ ഇവർക്ക് അറിയത്തേയില്ല. ഇവരൊട്ടത് ചെയ്യത്തുമില്ല, അത് പഠിക്കാൻ ശ്രമിക്കത്തുമില്ല. എങ്കിൽ ഇവർ ചെയ്യുന്ന ഈ തെറ്റിനെയൊക്കെ തിരുത്താൻ ഉത്തരവാദപ്പെട്ട ആളുകൾ അതിനു വേണ്ടിയിട്ട് തയ്യാറാവത്തും ഇല്ല എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ തന്നെ ഞാൻ ചില കാഴ്ചകൾ കണ്ടു. അത് ഞാൻ വീഡിയോ ആയിട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കുകയും ചെയ്യുന്നതാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബംഗാളികൾ അവര് കയ്യിലിരുന്ന് മറ്റേ ഹാൻഡ്സ് തിരുമുന്നു, ഹാൻഡ്സ് എടുത്ത് ചുണ്ടിനിടയിൽ വയ്ക്കുന്നു. അതുപോലെ തന്നെ ചില ആളുകള് അതായത് തിങ്ങി ഞെരുങ്ങി ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആയിട്ടാണ് ട്രെയിനിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ട്രെയിൻ ഒരാൾ മുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ഈ ആളുകൾ ചെയ്യുന്നത് ഇവരെ അവിടെ നിന്നുകൊണ്ട് പാൻ മസാലകൾ ഉപയോഗിക്കുന്നു. ഇടയ്ക്ക് നിന്ന് ബീഡി വലിക്കുന്ന ആളുകൾ ഒക്കെ ഉണ്ട്. ഇവരിങ്ങനെ ഈ പാൻ മസാലകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് വളരെ അധികം ബുദ്ധിമുട്ടാണ്. ഇതിന്റെ സ്മെല്ലെന്ന് പറയുന്നത് ഭയങ്കര അരോചകമായിട്ടുള്ള ഒരു സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പല ആളുകൾക്കും ബുദ്ധിമുട്ടാണ്. ഇവന്മാരുടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു എന്ന ഭയത്താലൊക്കെയാണ് ആരും ഒന്നും ഇല്ലാതെ സഹിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരുകൾ, കേന്ദ്ര സർക്കാരുകൾ കൃത്യമായി ഇടപെടേണ്ടതാണ്. ഈ ട്രെയിനിലെല്ലാം പോലീസിനെയും കൃത്യമായി ഇത്തരം കാര്യങ്ങൾ നടക്കാത്ത രീതിയിലുള്ള ഇടപെടൽ നടത്തേണ്ടതൊക്കെയാണ് കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത്. സാധാരണ ഒരു മനുഷ്യൻ, ഒരു പൗരൻ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരന്റെ ഒരു അവകാശമാണ് മാന്യമായി യാത്ര ചെയ്യുക എന്നൊരു സാഹചര്യം ഒരുക്കുക എന്നത്. അത് നമ്മളുടെ സർക്കാർ ചെയ്യുന്നില്ല എങ്കിൽ അത് നമുക്ക് വളരെ മോശപ്പെട്ട ഒരു സാഹചര്യമാണ്. ഇവരെ ഈ പാൻ മസാലകളും അതുപോലെ തന്നെ ഈ ചുണ്ടിനിടയ്ക്ക് വെക്കുന്ന കൂൾ എന്ന് പറയുന്ന കൂൾ ലിപ്സ് അങ്ങനെ സംഭവത്തിന്റെ പേര്. അപ്പം ഇതൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഇവർ ബെർത്തിലുള്ള ആ ഫാനിന്റെ മേളിൽ അടുക്കി വെച്ചിരിക്കുകയാണ്. വീണ്ടും അതിന്റെ സ്മെല്ല് ഇങ്ങനെ വന്ന് ആളുകളെ വളരെയധികം ബുദ്ധിമുട്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഈ ഇങ്ങനെ നിൽക്കുമ്പോഴും ഇവർ അവിടെ നിന്നുകൊണ്ട് ഇവർ പാൻ മസാലകൾ എടുത്ത് വായിലിട്ട് ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ അതിന്റെ ആ ജനൽ വഴി ഇങ്ങനെ തുപ്പിക്കളയുന്നുണ്ട്. അങ്ങനെ തുപ്പിക്കളയുമ്പോഴൊക്കെയും ബാക്കിയുള്ള ആളുകളുടെ ശരീരത്തിലേക്ക് വീഴുകയും ഒക്കെയാണ്. ഞാൻ യാത്ര ചെയ്തപ്പോൾ തന്നെ ഒരു രണ്ട് തവണ ആളുകൾ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിയും പിടിയും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. ഈ ലോക്കൽ കമ്പാർട്ട്മെന്റിലൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ അവർക്കൊക്കെ കൃത്യമായിട്ട് വേണ്ട ഒരു സെക്യൂരിറ്റി ഉറപ്പാക്കുക എന്നത്, ഈ ടിക്കറ്റ് വാങ്ങിക്കുക അല്ലെങ്കിൽ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മളുടെ സംരക്ഷണം കൂടെ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരുകൾക്ക് ഉണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുന്നവർ ഇത് ഷെയർ ചെയ്യപ്പെടേണ്ട വീഡിയോ ആണ് എന്നും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വീഡിയോ ആണ് എന്ന് തോന്നുന്നവർ, അങ്ങനെ ഉള്ളിൽ തോന്നുന്ന ആളുകൾ മാത്രം ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൃത്യമായിട്ടുള്ള അധികാരികളുടെ മുന്നിൽ ഈ വീഡിയോ എത്തുന്നത് വരെയും ഇതൊന്ന് ഷെയർ ചെയ്യുക. കൃത്യമായി നമ്മുടെ നാടിന് വളരെ അപമാനമാണ്. നാടിന്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനമാണ്. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയാണല്ലോ ആളുകൾ യാത്ര ചെയ്യുന്നത് എന്ന് മറ്റുള്ള രാജ്യത്തുള്ള ആളുകൾ കാണുമ്പോൾ നമ്മളെ പുച്ഛിക്കും. സ്വന്തം ജനതയ്ക്ക് ഒരു വൃത്തിയോടുകൂടി ഒരു മാന്യമായ രീതിയിൽ യാത്ര ചെയ്യാനുള്ള സാഹചര്യം പോലും ഇല്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് മറ്റുള്ള രാജ്യക്കാർ അറിയുവാണെങ്കിൽ അത്രയും വലിയ ഒരു അപമാനം നമുക്ക് വേറെ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് തികച്ചും പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ഒക്കെയും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. ഇങ്ങനെ നടക്കുന്ന ഈ മോശമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അധികാരികളുടെ ഇടപെടണം. കൃത്യമായിട്ടുള്ള പോലീസുകാർ ഇതിന്റെ ഇടയ്ക്ക് കയറിപ്പെടണം. അല്ലെങ്കിൽ ആരാണോ സർക്കാർ നിശ്ചയിക്കുന്ന ആളുകൾ ആരാണോ അവര്
ഈ ട്രെയിനിൽ കയറി വന്ന് ചെക്ക് ചെയ്യുകയും ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഒഴിവാക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കെതിരെ നടപടി എടുക്കുക, കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വന്നാൽ ഈ പ്രവണതകളൊക്കെ തന്നെ മാറിപ്പോകും. യാതൊരു വൃത്തിയും വെടുപ്പും ഇല്ലാത്ത അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവന്മാർ. അടുത്ത് വരുമ്പോൾ തന്നെ ഭയങ്കര അത് നമുക്ക് സ്മെല്ലാണ്, നമുക്കൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് അവരോട് കുളിച്ചിട്ട് വരാൻ പറയാനും അല്ലെ 2 സ്പ്രേ അടിച്ചിട്ട് വരാൻ പറയാനും നമുക്ക് അവരോട് പറയാൻ പറ്റത്തില്ലല്ലോ. എങ്കിൽ പോലും ഈ ട്രെയിനിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഇവർ ഈ പാൻ മസാലകൾ ഉപയോഗിക്കുന്നത്, സിഗരറ്റ് വലിക്കുന്നത്, ബീഡി വലിക്കുന്നത്, അതുപോലെ തന്നെ ഈ ഹാൻഡ്സ് ഒക്കെ ഇരുന്ന് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ അത് ആളുകൾക്ക് വളരെ അരോചകമാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, സ്ത്രീകളും കുട്ടികളും അമ്മമാരും അടക്കം ഉള്ളവരെ യാത്ര ചെയ്യുന്നതാണ്. ഇവർക്കൊക്കെ ഒരു സംരക്ഷണം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഈ മേളിൽ ചില സീറ്റുകൾക്ക് മുകളിൽ ലേഡീസ് ഓൺലി എഴുതി വെച്ചിട്ടുണ്ട്. ലേഡീസ് ഓൺലി എഴുതി വെച്ചുകൊണ്ട് മാത്രം കാര്യമായോ? അവിടെ ഇരിക്കാൻ വരുന്ന സ്ത്രീകൾക്കും സംരക്ഷണവും അവർക്ക് വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷനും ഒക്കെ നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. മേളിൽ ലേഡീസ് ഓൺലി എന്ന് എഴുതിയോണ്ട് മാത്രം യാതൊരു കാര്യവുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ മോശം പ്രവണതകൾ, ട്രെയിനിനുള്ളിൽ ഇരുന്നു കൊണ്ട് പാൻ മസാലകൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ മയക്കുമരുന്നുകൾ, ഡ്രഗ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജെനുവിൻ ആണ് എന്ന് തോന്നുന്ന ആളുകൾ മാത്രം ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക്